മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന 105 വീടുകളുടെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ഭവന സമുച്ചയമാണ് ഉയരുന്നതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേൾക്കാം. നമ്മുടെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹവായ്പ മനുഷ്യർ തമ്മിലുള്ള ചേർന്നിരിപ്പിന്റെ പാരമ്പര്യമാണ് എന്നും മുസ്ലിം ലീഗിനെ കരുത്തുറ്റതാക്കുന്നത്. മനുഷ്യസ്നേഹം തന്നെയാണ് മഹാനായ മഹ്മിതങ്ങളും കാരുണ്യവും സിയത്തും ശിഹാബ്ദങ്ങളും ഒക്കെ കാഴ്ചവെച്ചത്. മനുഷ്യസ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. നമുക്ക് ദീപക് മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, സർക്കാർ തറക്കല്ലിട്ട് തൊട്ടു പിന്നാലെ തന്നെ മുസ്ലിം ലീഗും 105 വീടുകളുടെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടത്തുകയാണ്. ലീഗിന്റെ സമ്മാനം എത്തുന്നുവല്ലേ? അരുൺകുമാർ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നടത്തിയത്. രാവിലെ ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന തൃക്കൈപ്പറ്റ വില്ലേജിലുള്ള വെള്ളിത്തോട് എന്ന സ്ഥലത്തെത്തി പ്രാർത്ഥന നടത്തി. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ദുരന്തബാധിതർക്കായി വീടൊരുക്കണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നിരവധി ദുരന്തബാധിതർ ഇക്കാര്യം ലീഗിനെ അറിയിച്ചിരുന്നു. തുടർന്നാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിലുള്ള വെള്ളിത്തോട് 11 ഏക്കർ ഭൂമി മുസ്ലിം ലീഗ് വാങ്ങിയത്. ഈ 11 ഏക്കർ ഭൂമിയിലാണ് 105 വീടുകൾ ദുരന്തബാധിതർക്കായി ഒരുങ്ങുന്നത്. അടുക്കളയും 3 മുറികളും മറ്റെല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ് ഒരുക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞു. അതോടൊപ്പം എത്രയും പെട്ടെന്ന് ഏറ്റവും വേഗത്തിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങൾ. അതിനുവേണ്ടി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായ എഞ്ചിനീയർമാരെയും ആർക്കിടെക്ടർമാരെയും ഈ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ വേണ്ടി സമീപിക്കും. അതിനനുസരിച്ച് സമയബന്ധിതമായി തന്നെ ഏറ്റവും വേഗത്തിൽ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കും എന്ന നേതൃത്വം അറിയിച്ചു. ദുരന്തബാധിതരായ ആളുകളെ എങ്ങനെ സഹായിക്കാം, ആ പ്രയാസത്തിൽ നിന്ന് എങ്ങനെ അവരെ കരകയറ്റാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് 105 വീടുകൾ തറക്കല്ലിടിയിൽ ചടങ്ങിനാണ് ഇന്ന് വയനാട് സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ സ്നേഹവും സഹായവും കരുണയും ഉറവ പറ്റാത്തൊരു പ്രവാഹമായ വയനാട്ടിലേക്ക് തുടരുകയാണ്.